തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യ സംസ്കരണത്തിനായി കോർപ്പറേഷനും സർക്കാരും കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന പദ്ധതിയായിരുന്നു എയറോബിക് ബിൻ യൂണിറ്റുകൾ. നഗരത്തിൻ്റെ പല ഭാഗത്തും ഇത് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ എൻ്റെ പിന്നിൽ കാണുന്ന എയറോബിക് ബിൻ യൂണിറ്റ് പ്രവർത്തനരഹിതമാണ്. അപ്പോൾ ഉയരുന്ന ചോദ്യം, ഈ മാലിന്യങ്ങൾ എവിടെയാണ് സംസ്കരിക്കുന്നത്? തിരുവനന്തപുരം നഗരത്തിൽ തോട്ടിലെ മാലിന്യത്തിൽ വീണ് ഒരു ജീവൻ പൊലിഞ്ഞപ്പോഴാണ് നഗരത്തിലെ മാലിന്യ പ്രശ്നം ചർച്ചയായത്. എന്നാൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി വലിയ തുക മുടക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷന്റെ പല പദ്ധതികളും ഇന്ന് നിർജീവമാണ്. അതിൽ ഉറവിട മാലിന്യ സംസ്കരണത്തിനായി നഗരസഭയും സർക്കാരും കോടികൾ ചിലവാക്കി നടപ്പിലാക്കിയ പദ്ധതിയാണ് എയറോബിക് ബിൻ യൂണിറ്റുകൾ. നഗരത്തിലെ പല ഭാഗത്തും ഇത്തരം യൂണിറ്റുകൾ സ്ഥാപിച്ചു. വർഷങ്ങൾക്കിപ്പുറം എയറോബിക് ബിൻ യൂണിറ്റുകളുടെ നിർജീവമായ അവസ്ഥയാണ് കാണുന്നത്. ഇത്തരം എയറോബിക് ബിൻ യൂണിറ്റുകളിൽ മാലിന്യം സംസ്കരിക്കാതെ മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിലും നദികളിലും പലപ്പോഴും തള്ളപ്പെടാറുണ്ട്. തിരുവനന്തപുരം മുൻ മേയറായിരുന്ന വി.കെ. പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള നഗരസഭയാണ് എയറോബിക് ബിൻ യൂണിറ്റുകൾ ആരംഭിച്ചത്. എന്നാൽ ഇപ്പോൾ പ്രവർത്തനരഹിതമായ എയറോബിക് ബിൻ യൂണിറ്റുകൾ നവീകരിക്കാനുള്ള പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത്. മാലിന്യ സംസ്കരണ പ്ലാന്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ വീടുകളിൽ മാലിന്യം സംസ്കരിക്കുക, 1. 2, പൊതു ഇടങ്ങളിൽ എയറോബിക് ബിന്നുകൾ വഴി മാലിന്യം സംസ്കരിക്കുക. അപ്പോൾ ഈ ഒരു പോളിസിയാണ് നടപ്പാക്കിയത്. ഇന്നിപ്പോൾ അതിലേക്കുള്ള നവീകരണ പ്രവർത്തനങ്ങൾ പുതിയ കോർപ്പറേഷൻ ഭരണസമിതി നടത്തി വരികയാണ്. അപ്പോൾ അവർ അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ അവിടെ കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നടത്തുകയാണ്. അപ്പോൾ അതിന് ഇപ്പോൾ 140 കോടി രൂപയുടെ ഒരു വേൾഡ് ബാങ്ക് പ്രോജക്റ്റ് കോർപ്പറേഷന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തുക ഇപ്പോൾ ശുചിത്വ മിഷൻ വഴി കോർപ്പറേഷൻ ലഭിക്കുന്ന മുറയ്ക്ക് അതിൻ്റെ കൂടുതൽ നവീകരണ പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. ഹരിതകർമ്മ സേനയുടെ രംഗപ്രവേശത്തോടെയാണ് എയറോബിക് ബിൻ യൂണിറ്റുകൾ പിന്നാക്കം പോയതെന്ന് വി.കെ. പ്രശാന്ത് പറയുന്നു. ഇപ്പോൾ ഹരിതകർമ്മ സേന കൂടി നമ്മുടെ ഇടയിലുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ എയറോബിക് സംവിധാനത്തിൽ അല്പം പിന്നാക്കം വന്നത് ഹരിതകർമ്മ സേനയുടെ രംഗപ്രവേശത്തോടു കൂടിയാണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും യോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം നഗരസഭ ഒരുക്കണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഹരിതകർമ്മ സേനയെ ബാധിക്കാത്ത നിലയിൽ ഈ സംവിധാനത്തെ എങ്ങനെ കൊണ്ടുപോകാം? അപ്പോൾ അതിന് കളക്ഷൻ പോയിന്റുകളാക്കി ഇതിനെ മാറ്റാൻ കഴിയും. അതുപോലെ തന്നെ ഈ ജൈവമാലിന്യം ശേഖരിക്കാൻ ഇപ്പോൾ നിലവിൽ സംവിധാനമില്ലാത്തതുകൊണ്ട് അത്തരം ആളുകൾക്ക്, വീടുകളിൽ പറ്റാത്തവർക്ക്, സമയക്കുറവാണ്, എനിക്ക് ഒരു സൗകര്യമില്ല എന്ന് പറയുന്നവർക്ക് അവരുടെ ജൈവമാലിന്യം കൊണ്ടുവരാനുള്ള ഒരു പോയിൻ്റാക്കി ഇതിനെ മാറ്റുക. അപ്പോൾ അങ്ങനെ ഒരു ക്രമീകരണം നഗരസഭ നടത്തുന്നത് നല്ലതായിരിക്കുമെന്ന് കൂടി പഴയ ഈ ചുമതല വഹിച്ച ആളെന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. ഹരിതകർമ്മ സേനയ്ക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട്. നവീകരിച്ച എയറോബിക് ബിന്നുകൾക്കൊപ്പം ഹരിതകർമ്മ സേനയെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത് നഗരസഭയുടെ ഉത്തരവാദിത്വമാണെന്ന് വി.കെ. പ്രശാന്ത് പറയുന്നു. നിലവിൽ നമ്മുടെ ഹരിതകർമ്മ സേനയ്ക്ക് പ്ലാസ്റ്റിക് മാത്രം എടുക്കലല്ല തൊഴിൽ. അവർക്ക് നിശ്ചിതമായിട്ടുള്ള കലണ്ടർ നഗരസഭ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കലണ്ടർ പ്രകാരം നിശ്ചിത ഇടവേളകളിൽ ഈ അജൈവ മാലിന്യങ്ങളുടെ കൂട്ടത്തിലുള്ള ഈ വേസ്റ്റ് ആയാലും, പേപ്പർ വേസ്റ്റ് ആയാലും, കണ്ണാടി മാലിന്യങ്ങളായാലും, മെഡിക്കൽ വേസ്റ്റ് ആയാലും, അതായത് ഗുളികകളുടെ സ്റ്റാമ്പും മറ്റു കാര്യങ്ങളും അതുൾപ്പെടെ എടുക്കാനുള്ള കലണ്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ശേഖരിക്കാൻ ഹരിതകർമ്മ സേന ബാധ്യതപ്പെട്ടവരാണ്. അത് ശേഖരിക്കുന്നത് കൊണ്ടുവയ്ക്കാനുള്ള ക്രമീകരണം കൂടി വരേണ്ടതുണ്ട്. അപ്പോൾ ആ നിലയിൽ ഇതിനെ ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നഗരസഭയ്ക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നഗരസഭ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജനങ്ങൾ മാലിന്യ പ്ലാന്റ് നിർമ്മിക്കുന്നതിന് എതിരാണ്. ജനസംഖ്യ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ മാലിന്യങ്ങളുടെ അളവും വർദ്ധിക്കുന്നു. അല്ല, ഇപ്പം മാലിന്യ സംസ്കരണം ഇപ്പം മനുഷ്യരുള്ളിടത്തോളം കാലം മാലിന്യം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് എല്ലാ കാലത്തും മാറ്റിവെച്ചേ മതിയാവൂ. അപ്പോൾ ഓരോ കാലത്തും മനുഷ്യരുടെ എണ്ണം കൂടുന്നു, വീടുകളുടെ എണ്ണം കൂടുന്നു, ഷോപ്പുകളുടെ എണ്ണം കൂടുന്നു, മാലിന്യത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും.
അപ്പോൾ മാലിന്യത്തിൻ്റെ അളവ് കുറയ്ക്കാനുള്ള ഒരു നയസമീപനം കൂടി നഗരസഭ എടുക്കണം. ക്യാമറാമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം ലക്ഷ്മി രേണുക, M5 ന്യൂസ്, തിരുവനന്തപുരം.